ഒന്ന് ഡോക്ടർ ജി ഗോപകുമാർ, പിന്നെ ശ്രീജിത്ത് പണിക്കർ. ഡോക്ടർ ജി ഗോപകുമാർ, താങ്കൾക്കും താങ്കളുടേതായ വാദങ്ങൾ ഉണ്ടല്ലോ. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർക്കുവാനോ അല്ലെങ്കിൽ അനുകൂലിക്കുവാനോ? തീർച്ചയായിട്ടും വാസ്തവത്തിൽ ഈ വന്നിരിക്കുന്ന പുതിയ നയം നിർഭാഗ്യവശാൽ വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ 4 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 14 തിരഞ്ഞെടുപ്പ് സൈമൾട്ടേനിയസ് ആയിട്ട് മാറി മാറി വരുന്ന ഇലക്ഷനുമായി നടന്ന വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പുകളും ഇത് രണ്ടും നമ്മൾ കണ്ടതാണ്. നമ്മളിത് ഒരു തിരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയാണ്, ഒരു ഇലക്ടറൽ ഡെമോക്രസിയാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പുകൾ കൂടുതൽ വരുന്നത് കൊണ്ട് ജനാധിപത്യം ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ, ആ ശക്തി കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ആദ്യത്തെ എൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. 2, ഈ രാഷ്ട്രീയമെന്ന് പറയുന്നതിനകത്ത് സന്ദർഭത്തിനൊരു വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ സന്ദർഭങ്ങളെ, കണ്ടക്സ്റ്റുകളെയെല്ലാം ഒരുമിച്ച് ഏകോപിച്ച് ഒറ്റ ഫോക്കസിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന് വാസ്തവത്തിൽ ഭൂഷണമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം. 3, ഇതൊരു ഫെഡറൽ ജനാധിപത്യമാണ്. നമ്മുടേതൊരു പെർഫെക്റ്റ് ഫെഡറൽ സിസ്റ്റമാണെന്നൊന്നും പറയുന്നില്ല. എന്നാലും ഒരു ഫെഡറൽ ക്യാരക്ടറിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു വലിയ പരിധിവരെ. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ ആവശ്യം, രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള വിദേശ നയം, ദേശീയ സുരക്ഷ തുടങ്ങിയ മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് അവരുടേതായ തിരഞ്ഞെടുപ്പിൽ അഭിപ്രായ രൂപീകരണത്തിനുള്ള സമയം കൊടുക്കണം. ഇതെല്ലാം ഒരു സമ്മർദ്ദത്തിൽ, ഇപ്പോൾ സന്ദർഭത്തിൽ നിന്ന് ഞാൻ സമ്മർദ്ദത്തിലേക്ക് വരികയാണ്, കണ്ടക്സ്റ്റിൽ നിന്ന് പ്രഷറിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് അതനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള രാഷ്ട്രീയ ബോധവും സംസ്കാരവുമൊക്കെ വളർന്നോ നമുക്ക്? എങ്ങനെയാണ് ടിക്കറ്റ് സ്പ്ലിറ്റ് ചെയ്യും? കേരളത്തിൽ പോലും ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് കുറവാണ് താരതമ്യേന. ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരേ സമയം 2 ബാലറ്റോ 3 ബാലറ്റോ നൽകിയാൽ ഇതിന് വ്യത്യസ്തമായി ചിന്തിച്ച് വോട്ട് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ ബോധത്തെയാണ് ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടിക്കറ്റ് സ്പ്ലിറ്റിങ്ങിൻ്റെ രീതിയിൽ നമ്മുടെ ഇപ്പോൾ 98 കോടി ജനങ്ങളാണ്, ഇനിയിപ്പോൾ 100 കോടിക്ക് എത്താറായി വോട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതനുസരിച്ച് ആലോചിച്ച് പറയാനോ വ്യത്യസ്തമായിട്ട് എന്നാൽ അസംബ്ലിക്ക് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുക, പാർലമെൻറ്റിൽ, ഇത് വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഒരു പൊതുവായ, ഒന്നുകിൽ ദേശീയ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പൊതുവായ ഒരു ദേശീയ പ്രാധാന്യമോ ഇഷ്യൂവോ വരാൻ സാധ്യതയുണ്ട്. അത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരുപക്ഷെ ഒരു ട്രാജഡി ആകാം, അതല്ലെങ്കിൽ ഒരു ദേശീയ പ്രതിസന്ധി ആകാം. അത് വരുന്ന ഒരു വികാര തള്ളിച്ചയിൽ സംസ്ഥാന രാഷ്ട്രീയം തന്നെ വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒലിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണത് ഫെഡറലിസത്തിനെതിരാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിതിന് അക്കാഡമിക്കായിട്ടാണ് കാണുന്നത്. ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇത് പ്രായോഗികമാകുന്ന കാര്യം സംശയമാണെന്ന് ഞാൻ ഇപ്പോഴേ മുൻകൂട്ടി പറയുകയാണ്. കാരണം ഇത് പലപ്പോഴും ഇപ്പോൾ നമ്മുടെ രാജ്യം, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് ഇലക്ഷൻ നടക്കുന്നുണ്ടാകും. സ്വീഡനെ പോലുള്ളൊരു ചെറിയ രാജ്യം, ബ്രിട്ടനെ പോലെ ചെറിയ രാജ്യത്തൊക്കെ സംഭവിക്കും. നമ്മുടെ ഇത്രയും വലിയ, അമേരിക്കയേക്കാൾ 4 ഇരട്ടി കൂടുതൽ ജനസംഖ്യയുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, ജനാധിപത്യ രാജ്യം, ഇവരെ എല്ലാം ഏകോപിച്ച് കൊണ്ടുപോകുന്ന ഒറ്റ അജണ്ടയിലേക്ക് നമുക്ക് ഒരിക്കലും വരാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് വളരെ ശരിയായൊരു കാര്യമാണ്. കാരണം ഈ രാഷ്ട്രീയം എന്നുള്ളത് പലപ്പോഴും നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. പല സന്ദർഭങ്ങൾ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, സമന്വയം നഷ്ടപ്പെടാം, മുന്നണി രാഷ്ട്രീയത്തിനകത്ത് സ്പ്ലിറ്റുകളുണ്ടാകാം, ഒരു പാർട്ടിക്കകത്ത് തന്നെ പലപ്പോഴും പിളർപ്പുകളുണ്ടാകാം. അങ്ങനെ പിളർപ്പുകളുണ്ടായി ഒരുപക്ഷെ പ്രതിപക്ഷത്തേക്ക് നീങ്ങുന്ന ഒരു ഭരണകക്ഷിയിലൊരു ഭാഗം മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടാനുള്ള സാഹചര്യം, അവിടെ ഒരു അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യം. അപ്പോൾ ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 2 കൊല്ലം ആയിക്കൊള്ളട്ടെ, 2 കൊല്ലം ഏതെങ്കിലും പാർട്ടിക്ക് മാത്രം ഗുണകരമായ ഒരു സംവിധാനമായി ഇത് മാറും എന്ന രീതിയിലും പറയാൻ പറ്റുകയില്ലല്ലോ. അങ്ങനെയും പറയാൻ പറ്റില്ല. ഇത് ഡബിൾ എഡ്ജഡ് സോഡാണ്. അതെ, ഇത് തിരിച്ച് സംഭവിക്കാം. ബിജെപിക്ക് വിരുദ്ധമായിട്ടും സംഭവിക്കാം. കാരണം രാജ്യം ഒട്ടുക്കൊരു ഒഴുക്ക് വരികയാണെങ്കിൽ അത് തിരിച്ച് ബിജെപിക്ക് വിരുദ്ധമായിട്ടും വരാം. ഡബിൾ എഡ്ജഡ് സോഡാണെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ശ്രീജിത്ത് പണിക്കർ.